അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഈ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോക്ക് മുമ്പിലുള്ളത്. നിങ്ങളിത് മുഴുവനും കേൾക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഒരുപാട് ആളുകൾ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, അതുപോലെ നേരിട്ടുമൊക്കെയായി സംസാരിക്കുന്നവർ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ചിരിക്കുന്ന ആളുകൾ, സ്വന്തം സുഹൃത്തിനാൽ ചതിക്കപ്പെട്ടവർ, സ്വന്തം ഭർത്താവിനാൽ ചതിക്കപ്പെട്ടവൾ, സ്വന്തം ഭാര്യയാൽ ചതിക്കപ്പെട്ടവൻ, ഇങ്ങനെ തുടങ്ങി ചതിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചതിയുടെ വലകൾ ഒരുക്കി കാത്തിരിക്കുന്ന കഴുകക്കണ്ണുള്ള 100 ആളുകൾ, 1000 ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തയ്യാറാക്കി നിൽക്കുന്നുണ്ട്. സ്വന്തം പ്രൊഫൈൽ വെക്കാതെ, സ്വന്തം DP വെക്കാതെ, മറ്റു ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നിരന്തരം ചാറ്റിങ്ങുകൾ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ മറ്റൊരു ഭാഗത്ത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, നേരിന്റെ വഴിയിലൂടെ ചലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ പോലും വഴിതെറ്റിക്കുന്ന ഇത്തരം ചതിക്കുഴികളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് മേഖലകളാണ് ചതി നടക്കാനുള്ളത്. കേവലം ഒരു ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, കച്ചവടത്തിൽ ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അളവ് തൂക്കങ്ങളിലെ വ്യത്യാസങ്ങൾ, സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചതിയിൽപ്പെടുന്നതാണ്. സ്വന്തം സുഹൃത്ത്, വിശ്വസിച്ചയാൾ, ബെസ്റ്റിയായി, കൂടപ്പിറപ്പായി കൊണ്ടു നടന്നയാൾ തങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി നൽകുന്നു. സ്വന്തം കാര്യത്തിനായി സുഹൃത്തിനെ ഉപയോഗപ്പെടുത്തുന്നു. ഈ രീതിയിൽ ചതിക്കപ്പെട്ട ആളുകൾ, വാഗ്ദാനങ്ങൾ നൽകി വാക്ക് പാലിക്കാതെ ചതിക്കുന്ന ആളുകൾ, ഡിജിറ്റൽ ഇടപാടുകൾ, സ്വന്തം ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പണമോ ശാരീരിക സുഖങ്ങളോ ലക്ഷ്യം വെച്ച് നടത്തുന്ന ട്രാപ്പുകൾ, ഇങ്ങനെ ഒട്ടനവധി ട്രാപ്പുകളിൽപ്പെട്ട ആളുകൾ പല ദിവസങ്ങളിലായി ഒരു കൗൺസിലർ എന്ന നിലക്ക് പലരും സമീപിക്കുകയുണ്ടായി, പലരും സംസാരിക്കുകയുണ്ടായി. അത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള ചതികളാണ്. ഭാര്യ മറ്റുള്ളവന്റെ കൂടെ പോകുന്നു, ഭർത്താവ് മറ്റുള്ളവരുടെ കൂടെ പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി സങ്കടങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആര് ചതിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ബാധകമാണ്. ഒരു ചതി നടന്നാൽ, ഭാര്യ ചതിച്ചു എന്ന് ഭർത്താവ് അറിയുമ്പോ, ഭർത്താവ് ചതിച്ചു എന്ന് ഭാര്യ അറിയുമ്പോ, സുഹൃത്ത് ചതിച്ചു എന്ന് മറ്റൊരു സുഹൃത്ത് അറിയുമ്പോ, എടുത്തുചാടി എന്തെങ്കിലും അപകടങ്ങൾ വരുത്തി വെക്കരുത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ദേഷ്യപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത് വലിയ അപകടങ്ങൾ വരുത്തി വെച്ചേക്കാം. പ്രതികാരം ചെയ്യാനോ പ്രലോഭനം ചെയ്യാനോ ഉള്ള തീരുമാനങ്ങൾ അത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. മഹാനായ അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാൻ സാധിക്കും. നിന്നിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങളുണ്ട്. ഒന്ന് വിവേകം അഥവാ ബുദ്ധിപൂർവമുള്ള നീക്കം, രണ്ടാമത്തത് എടുത്തുചാട്ടമില്ലായ്മ അഥവാ ക്ഷമ. ഈ 2 സ്വഭാവം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകൽ അനിവാര്യമാണ്. എടുത്തുചാടി നിയമം കയ്യിലെടുക്കുന്നത് നിങ്ങളെ കുറ്റവാളിയാക്കാം, അന്തസ് നശിപ്പിക്കാം, ശാശ്വതമായ സമാധാനം ഇല്ലാതാക്കാം. അതുകൊണ്ട് വിവേകപൂർവം ഇത്തരം വിഷയങ്ങളിൽ നാം ഇടപെടണം. ക്ഷമ എന്നത് പരാജിതന്റെ അടയാളമല്ല, മറിച്ച് ശക്തനായ ഒരാളുടെ അടയാളമാണത്. മറ്റൊരാൾ ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവി ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, വലാ തഖുൻ മൻ ഖാനക്, നിന്നെ ചതിച്ചയാളെ തിരിച്ചു ചതിക്കണ്ട, ആവശ്യമില്ല, പരിഹാരം റബ്ബ് നൽകും. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഗുസ്തി പിടിച്ചു തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളുടെ തെറ്റ് ക്ഷമിക്കുന്നവന് ഇസ്സത്ത് വർദ്ധിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഏതോ കാരണത്താൽ അവൾ തെറ്റ് ചെയ്തു, കഴിയുമെങ്കിൽ അവളെ ഉൾക്കൊണ്ട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ
അത് നിനക്ക് ഇസ്സത്ത് ലഭിക്കാൻ കാരണമാകും. ഭർത്താവ് ഏതോ കാരണത്താൽ തെറ്റ് ചെയ്തു, അവർ അതിൽ ഖേദിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, പറ്റിപ്പോയതാണെന്ന് അവർ ഇരുവരും വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. കൂട്ടുകാരൻ എന്തോ കാരണത്താൽ നിന്നെ ചതിച്ചു, നീ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു, നിനക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. ഇനി നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ, കൂട്ടുകാരൻ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഭാര്യ മുഖേനയോ നാം ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ നാം എങ്ങനെയാണ് അവിടെ ഇടപെടേണ്ടത്, എങ്ങനെയാണ് നാം അതിനെ തരണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമത്തത് നാം ചെയ്യേണ്ടത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദേഷ്യം കുറയുന്നത് വരെ സംസാരവും പ്രവൃത്തിയും ഒഴിവാക്കുക. കാരണം ദേഷ്യത്തിൽ നമ്മൾ അവനെ തല്ലാം അല്ലെങ്കിൽ അവളെ തല്ലാം ഒക്കെ സംഭവിക്കാം. ഒരുപക്ഷെ വലിയ അപകടങ്ങൾ അത് കാരണം ഉണ്ടായേക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, വിശ്വസ്തരായ അറിവുള്ള ആളുകളോട് ഉപദേശം തേടുക. ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ച് കൗൺസിലർമാർ, അറിവുള്ള ഉസ്താദുമാർ, ബന്ധപ്പെട്ട ആളുകളോട്, വിശ്വസ്തരായ ആളുകളോട് ഉപദേശം തേടുക. മൂന്നാമത്തേതൊന്ന്, ബ്ലാക്ക് മെയിലിങ്ങോ ശാരീരിക അതിക്രമമോ ആണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക. നാലാമത്തത് തവക്കുൽ ചെയ്യുക, നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമുക്ക് അള്ളാഹു മതി, അവൻ എത്ര നല്ല സംരക്ഷകനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചതിക്കുന്നവൻ എന്ന് പറയുന്നത് അവൻ മറ്റുള്ളവരെ മാത്രമല്ല സ്വന്തം ആത്മാവിനെ പോറി ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനൊരിക്കലും രക്ഷപ്പെടാനാവില്ല. ഇരയാക്കപ്പെട്ടവൻ, ചതിക്കപ്പെട്ടവൻ, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത്. നിങ്ങളുടെ ക്ഷമയും വിവേകവുമാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പ്രതികാരം ചെയ്യാൻ അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോ നിങ്ങളെയും ചതിയനെ പോലെ നീചനാക്കി മാറ്റും. പ്രിയം നിറഞ്ഞവരെ, ജീവിതം ഒരു പരീക്ഷണമാണ്. അതിൽ ചതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ അതിനൊക്കെ ക്ഷമയോടെ തരണം ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. എടുത്തുചാടി ജീവിതം നശിപ്പിക്കാതെ വിവേകത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ നാം പഠിക്കണം എന്നു മാത്രം പറഞ്ഞുകൊണ്ട്, എന്തിനാണ് ഇതോടെ പങ്കുവച്ചതെന്നാൽ, മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി ആളുകൾ ഇന്ന് ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിയിൽ വീണ് മറ്റൊരുത്തന് ശരീരം പങ്കുവെക്കുന്നു. സ്വന്തം ഭർത്താവ് സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണിന്റെ ചതിക്കുഴിയിൽ വീണ് അവളുടെ ശരീരം തേടി പോകുന്നു. സുഹൃത്തുക്കൾ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി പലരും തങ്ങളെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയ ഇരകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളിലുണ്ട്, കൂട്ടുകാരിലുണ്ട്. പല ആളുകളും അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പങ്കുവെച്ചപ്പോ ഇങ്ങനെ ഒരു വീഡിയോ അനിവാര്യമായി തോന്നി. കാരണം ഇനിയും ഇത്തരം ചതികൾ നടക്കും, ഇത്തരം ചതിക്കുഴികൾ സുലഭമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, മക്കളിൽ നമുക്കൊരു കണ്ണ് വേണം. നമ്മുടെ സുഹൃത്തിൽ നമുക്കൊരു കണ്ണ് വേണം, ചിന്ത വേണം. വളരെയധികം ഏതൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിലും, ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, മറ്റുള്ളവന്റെ മെസ്സേജ് റീപ്ലൈ കൊടുക്കുകയാണെങ്കിലും അതൊരു ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞ് തള്ളുന്നതിനപ്പുറം ഇത് എന്നെ എവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്ന വിവേകപൂർണമായ ചിന്ത, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് ആ ചിന്ത ഉണ്ടാക്കി കൊടുക്കണമെന്ന ഒരു വലിയ സന്ദേശം ഈ സമയത്ത് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.